യൂട്യൂബേഴ്സിൻ്റെ പെർസെപ്ഷൻ നിങ്ങൾ പറയുന്ന നല്ല സിനിമയോ ചീത്ത സിനിമയോ ഒന്നുമല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേസ്. അവർക്ക് റീച്ചും ഷെയറുമാണ് അവരുടെ വിഷയം. 1,00,000 ആളുകൾ കാണുമ്പോൾ ഒരു എവറേജ് 5,000 രൂപ വെച്ച് കിട്ടും. ഓക്കെ, ഇപ്പം ഞാനൊരു യൂട്യൂബറാണ്. അപ്പോൾ ഒരു സിനിമ വന്നു. അപ്പോൾ ഇപ്പോൾ എക്സും വൈ 2 വൈ സെറ്റ് എന്നൊക്കെ പറഞ്ഞ് 3 നടന്മാരുണ്ട്. അപ്പോൾ എക്സിൻ്റെ പടം ഇറങ്ങുന്നത് ഞാൻ പറഞ്ഞ ഒരു വശമാണ്. അപ്പോൾ എക്സിൻ്റെ പടം മോശമാണെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ടാവും വൈൻ്റെ സെറ്റിൻ്റെ ആൾക്കാർ അത് ഷെയർ ചെയ്യുമല്ലോ, ഈ പടം തല്ലിപ്പൊളിയാണെന്ന് പറഞ്ഞിട്ട്. നമ്മളെ ഇഷ്ടത്തോളം ഇത് കാണുന്നതിനനുസരിച്ചാണ് പൈസ. അപ്പം ഒരു 10,00,000 ആൾ കണ്ടു കഴിഞ്ഞാൽ 50,000 രൂപ കിട്ടി. ചില സിനിമകൾ മോശമായിരിക്കും കേട്ടോ. ഞാനൊരു സിനിമ വളരെ മോശം, അപ്പം നിർമ്മാതാവിനെ മൊത്തം കേരള സംസ്ഥാനത്ത് ഈ സിനിമ എടുത്ത് കിട്ടിയ കളക്ഷനേക്കാൾ കൂടുതൽ അതിൻ്റെ റിവ്യൂ ഇട്ട ആൾക്ക് കിട്ടിയിരുന്നു. ഒന്നിനെയും കൊള്ളാത്ത പടം എന്ന് പറഞ്ഞ് ഇവൻ കത്തിക്കേറിയ കേസാണ്. പക്ഷേ ഇയാളുടെ ഒരു മെയിൻ ഇവൻ ആലോചിക്കും, നമ്മൾ പറയുന്ന നിർമ്മാതാവിൻ്റെ മുഖമോ അതിൻ്റെ മാന്യതയൊന്നുമല്ല ഇവൻ ആലോചിക്കുന്നത്. ഇവനെ ലൈക്കും ഷെയറും മാത്രമാണ് ഇവൻ ആലോചിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഈ വൈൻ്റെയും സെറ്റിൻ്റെയും ആരാധകർ ഇത് കറക്റ്റ് ഫോളോ ചെയ്തിട്ട് കൃത്യമായത് ഷെയർ ചെയ്യും. അവർ പിന്നെ ചിലപ്പോൾ ജെനുവിനായിട്ട് പറയുന്നതായിരിക്കും. ചിലപ്പോൾ സിനിമ ഓൾറെഡി മോശമാകാം. പക്ഷേ ഞാൻ പറഞ്ഞ യൂട്യൂബറുടെ പെർസെപ്ഷനാണ് പറയുന്നത്. അയാൾക്ക് ഒരു 10,00,000 ആൾ കാണുന്നതിലൂടെ അയാൾക്ക് ഒരു 50,000 രൂപ കിട്ടി. പക്ഷേ മറ്റേ മനുഷ്യനെ ചിലപ്പോൾ കേരള സംസ്ഥാനം മൊത്തം ഓടിയിട്ട് ചെയ്ത് ഒരു സിനിമ തുടക്കം മുതൽ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് എന്തോ ആട്ടെ മോശമായിക്കോട്ടെ, ആ സിനിമ തിയേറ്ററിൽ കേരളം മുഴുവൻ ആളുകൾ കണ്ടിട്ട് ആ മനുഷ്യൻ്റെ മൊത്തം ഷെയറിൽ 50,000 വന്നിട്ടില്ല. ഇതാണ് വേറൊരു വിഭാഗം.